രോഗകീടബാധ. രാസവിഷങ്ങൾ വേണ്ട, ജൈവമാർഗത്തിലാകാം. പച്ചക്കറി കൃഷിയിലെ രോഗകീടബാധ എല്ലാവരെയും അലട്ടുന്ന പ്രശ്നമാണ്. കാലാവസ്ഥാ മാറ്റം, കീടങ്ങൾക്കുള്ള പ്രതിരോധശേഷി, വളപ്രയോഗ രീതികൾ, ചെടിയുടെ ചുറ്റുപാടുകൾ എന്നിവയെല്ലാം രോഗകീടബാധയെ സ്വാധീനിക്കുന്നു. പ്രകൃതിക്ക് ദോഷം വരുത്താത്ത, മിത്രകീടങ്ങളെ നശിപ്പിക്കാത്ത ജൈവ കീടരോഗ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കുന്നത് വഴി രാസവിഷങ്ങൾ കൂടാതെ തന്നെ ഇവയെ നിയന്ത്രിക്കാം. മണ്ണു താപീകരണം. ജൈവരോഗ നിയന്ത്രണം മണ്ണിൽ നിന്നാണ് തുടങ്ങേണ്ടത്. മണ്ണ് ശുദ്ധമാണെങ്കിൽ വിളയും ശുദ്ധമായിരിക്കും. മണ്ണിനെ അണുവിമുക്തമാക്കാൻ ഏറ്റവും പ്രയോജനപ്രദവും ലാഭകരവുമായ മാർഗമാണ് മണ്ണു താപീകരണം. നടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം കിളച്ച് കട്ടകൾ ഉടച്ച് പൊടി രൂപത്തിലാക്കുക. എന്നിട്ട് തടം പോലെയാക്കി വെള്ളം തളിച്ച് മണ്ണ് ഈർപ്പമുള്ളതാക്കുക. അതിന്റെ മുകളിൽ 150 തൊട്ട് 200 ഗേജ് കട്ടിയുള്ള പോളിത്തീൻ ഷീറ്റ് കൊണ്ട് ഒരു മാസം മൂടിയിടുക. പോട്ടിംഗ് മിശ്രിതവും ഇതുപോലെ മൂടി വെക്കാം. ഇങ്ങനെ ചെയ്താൽ ചൂട് ക്രമാതീതമായി വർദ്ധിക്കുന്നതിന്റെ ഫലമായി മണ്ണിലുള്ള രോഗഹേതുക്കളായ അണുക്കളും കളകളും വിത്തുകളും നശിക്കുന്നു. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന കീടനാശിനികൾ. 1. ഗോമൂത്രം കാന്താരിമുളക് മിശ്രിതം. കാന്താരിമുളക് 50 ഗ്രാം നന്നായി അരച്ച് 1 ലിറ്റർ ഗോമൂത്രത്തിൽ ചേർത്ത് 9 ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച് ചെടികളിൽ തളിച്ചാൽ കീടനിയന്ത്രണം ഉറപ്പുവരുത്താം. കായതുരപ്പന്മാർക്കെതിരെ ഏറ്റവും ഫലപ്രദം. 2. വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം 2%. വെളുത്തുള്ളി 20 ഗ്രാം നന്നായി അരച്ച് 50 മില്ലി ലിറ്റർ വെള്ളവും ചേർത്ത് സത്തെടുക്കുക. ബാർ സോപ്പ് 5 ഗ്രാം 50 മില്ലി ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കുക. വെളുത്തുള്ളി സത്തും 900 മില്ലി വെള്ളവും കൂടി സോപ്പ് ലായനിയിൽ ചേർത്ത് വെളുത്തുള്ളി സോപ്പ് ലായനി തയ്യാറാക്കുക. ഈ ലായനിയിൽ 20 മില്ലി ലിറ്റർ വേപ്പെണ്ണ ചേർത്ത് ഇളക്കി ചെടികളിൽ തളിക്കുക. മണ്ടരിക്കും മൃദുകീടങ്ങൾക്കുമെതിരെ ഉപയോഗിക്കാവുന്നതാണ്. 3. വേപ്പെണ്ണ എമൽഷൻ 3%. ബാർ സോപ്പ് 10 ഗ്രാം ചീകി 100 മില്ലി ലിറ്റർ ചൂടുവെള്ളത്തിൽ ലയിപ്പിക്കുക. ഇതിൽ 900 മില്ലി ലിറ്റർ വെള്ളം ചേർത്ത് 1 ലിറ്റർ സോപ്പ് ലായനി തയ്യാറാക്കുക. 30 മില്ലി ലിറ്റർ വേപ്പെണ്ണ സോപ്പ് ലായനിയിലേക്ക് ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം ചെടികളിൽ തളിക്കുക. പച്ചത്തുള്ളൻ, ഇലതീനി പുഴുക്കൾ എന്നിവയ്ക്കെതിരെ ഉപയോഗിക്കാം. വേപ്പധിഷ്ഠിത കീടനാശിനികൾ ചെടികളിൽ തളിക്കുമ്പോൾ ഗാഢത കൂടിയാൽ ചെടികൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നിശ്ചിത അളവിൽ നേർപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. 1. വിളകൾ നടുമ്പോൾ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഇനങ്ങൾ മാത്രം ഉപയോഗിച്ചാൽ രോഗകീട ആക്രമണം കുറയും. 2. തോട്ടം വൃത്തിയായി സൂക്ഷിക്കാം. 3. കൃഷിക്കു മുമ്പ് ചപ്പുചവറുകളും ഉണക്ക ഇലകളുമെല്ലാം തീയിടുക. 4. കൃഷി ചെയ്യുന്നതിന് 15 ദിവസം മുമ്പ് കുമ്മായം മണ്ണിൽ ചേർത്താൽ അമ്ലാംശം കുറയ്ക്കുന്നതിനൊപ്പം രോഗകീട ആക്രമണവും കുറയും. 5. ആവർത്തിച്ചുള്ള കൃഷിയിൽ ഒരേ ഇനം ഒരേ സ്ഥലത്ത് ഉപയോഗിക്കാതിരിക്കുക. 6. മിശ്രവിള കൃഷി രീതി അവലംബിക്കുക. 7. പ്രാണികളുടെ മുട്ട, സമാധി ദശ, പുഴു തുടങ്ങിയവയെ നശിപ്പിക്കുക. 8. മൊസൈക്ക് രോഗമോ വാട്ടരോഗമോ കാണുകയാണെങ്കിൽ ആ ചെടികളെ വേരോടെ നശിപ്പിക്കുക. 9. ജൈവ കീടനാശിനികളും ജീവാണുക്കളും യഥാസമയം ശരിയായ ചേരുവകൾ ചേർത്തുണ്ടാക്കി ചെടികളിൽ തളിച്ചും രോഗകീട നിയന്ത്രണം സാധ്യമാക്കാം. 10. കീടാക്രമണം തുടങ്ങുന്നതിന് മുമ്പായി തന്നെ ജൈവ കീടനാശിനികൾ ആഴ്ചയിൽ 1 പ്രാവശ്യം എന്ന കണക്കിൽ തളിക്കാം. ഓഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരിൽ നിന്നും ലൈക്കും ഷെയറും പ്രതീക്ഷിക്കുന്നു. കൃഷിയെ സംബന്ധിച്ചുള്ള കൂടുതൽ ഓഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താനും മറക്കരുത്.